അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കാണ് പിൻ കോൺഫിഗറേഷൻ ഓഫ് 8086. അപ്പോൾ നമ്മൾ എന്താണ് 8085ൻ്റെ പിൻ കോൺഫിഗറേഷനാണ് പഠിച്ചത്. അതിൽ 40 പിന്നാണ് ഓപ്പറേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതേപോലെ ഈ 8086 എന്താണ് 40 പിൻസാണ് വരുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യുക +5 വോൾട്ട് പവർ സപ്ലൈയിലാണ്. 3 ക്ലോക്ക് റേറ്റ്സ് ആണ് വരുന്നത്, 5, 8 ആൻഡ് 10. 8086 എന്ന് പറഞ്ഞാൽ സിംഗിൾ പ്രോസസ്സറുണ്ട്. ഇമ്പോർട്ടൻറ്റ് സിംഗിൾ പ്രോസസ്സറിൻ്റെ മൾട്ടി പ്രോസസ്സർ കോൺഫിഗറേഷൻ ടു അച്ചീവ് ഹൈ പെർഫോമൻസ് ലെവൽ. രണ്ടിലും അത് വർക്ക് ചെയ്യും. സിംഗിൾ പ്രോസസ്സർ മോഡാണ് അതിന് പറയുന്നതാണ് മിനിമം മോഡെന്നും. അതിൽ 8 പിൻസ് പറയുമ്പോൾ 24 മുതൽ 32 വരെ ഏതായിരിക്കും? 8 മിനിമം മോഡായിരിക്കും. പിന്നെ 24 മുതൽ 32 വരെ ഡിഫറെൻറ്റ് ഡെഫിനേഷൻ എന്താണ് ആസ് ദാറ്റ് ഓഫ് മൾട്ടിപ്പിൾ പ്രോസസ്സർ മോഡ് വരുന്നത്. അതിനെയാണ് മാക്സിമം മോഡ് എന്ന് പറയും. പിന്നെ വരുന്നത് എന്താണ് മൾട്ടി ഫങ്ഷൻ പിൻസ്. എന്താണ് 80H മിനിമം മോഡും ഇപ്പോൾ അഡ്ജസ്റ്റൻ ടു മാക്സിമം മോഡ് രണ്ടിനും മൾട്ടി ഫങ്ഷൻ രണ്ടിനും കൂടിയിട്ട് വരുന്ന കുറച്ച് പിൻസ് ഉണ്ട്. അതും കൂട്ടാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ മിനിമം മോഡുണ്ട്, മാക്സിമം മോഡുണ്ട്, പിന്നെ മൾട്ടി ഫങ്ഷനായിട്ട് വരുന്നതുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിൻ ഡയഗ്രാം. ആദ്യം VSS എന്ന് കാണിച്ചിട്ട് ഫസ്റ്റത്തെ, പിന്നെ AD എന്താണ് 0 മുതൽ AD14 വരെയുള്ള പിൻസ്, പിന്നെ NMI, INTR, ക്ലോക്ക്, VSS. കഴിഞ്ഞാൽ ഒരു സൈഡ് കഴിയും. പിന്നെ അടുത്തതിൽ റീസെറ്റ്, റെഡി, ടെസ്റ്റ് ബാർ, QS1, QS0, S1, S0, S1, S2, ലോക്ക്, RQ, GT1, RQ, GT0, RD, മിൻ മാക്സ്, BHE, A19, A18, A17, A16, AD15, VCC. ഇത്രയാണ് പിൻസ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പിൻ കോമൺ ടു മിനിമം ആൻഡ് മാക്സിമം മോഡ്സ്. അതിൽ AD9 മുതൽ AD15 വരെയുള്ള പിൻസാണ് ഇതിൽ ആദ്യം പറയുന്നത്. AD9 to AD15 വരെയുള്ള പിൻസ് AD0 to AD15 വരെയുള്ള പിൻസാണ് ഇനിയിപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത്. നമ്മൾ AD15 AD14 വരുള്ളൂ. ഇതിൽ AD15 വരെയുള്ള പിൻസ്. അതിൽ AD0 to AD15 എന്ന് പറഞ്ഞാൽ എന്താണ്? AD എന്ന് പറഞ്ഞാൽ എന്താ പറയുക? അഡ്രസ് ഓർ ഡാറ്റാ ബസ് ലൈൻസ് ആണ്. അഡ്രസ് അല്ലെങ്കിൽ ഡാറ്റാ ബസ് ലൈൻസ്, അതാണ് AD എന്ന് പറഞ്ഞാൽ. അപ്പോൾ AD0 മുതൽ AD15 വരെയുള്ള ലൈൻസ് പിൻസ് നമ്മളിതിലുണ്ട്. അത് പിൻ കോൺഫിഗറേഷൻ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ മിനിമം ആൻഡ് മാക്സിമം മോഡിന് കോമൺ ആയിട്ട് വരുന്നതാണ്. എന്താണ് ദീസ് ആർ ടൈം മൾട്ടിപ്ലക്സ്ഡ് ബൈ ഡയറക്ഷണൽ ട്രൈ സ്റ്റേറ്റ് അഡ്രസ് ഓർ ഡാറ്റാ ബസ് ലൈൻ. മൾട്ടിപ്ലക്സ്ഡ് ആണ്, ബൈ ഡയറക്ഷണൽ ആയിട്ട് അവരുടെ ട്രൈ സ്റ്റേറ്റ് ഹൈബ്രിഡ് സ്റ്റേറ്റിലാണ് ആക്റ്റീവ് ആവുക. അഡ്രസ് ഓർ ഡാറ്റാ ബസ് ലൈൻസ് ആണ് AD0 മുതൽ AD15 വരെ. T1 സ്റ്റേറ്റ് അതിൻ്റെ ബസ് സൈക്കിളിൽ T1 സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 4 ക്ലോക്ക് സ്റ്റേറ്റ്സ് ആണ് കൺസിസ്റ്റ്യൂട്ട് ഉണ്ടാവുക. CPU ഔട്ട്പുട്ട് അഡ്രസ് A0 to A15 ആ ലൈൻസിലാണ് വരും. CPU ഔട്ട്പുട്ട് അഡ്രസ് A0 to A50 ഇതിൽ വരിക, ഈ ലൈൻസിൽ വരും. അപ്പോൾ ആ സിഗ്നൽസിനെ സ്ട്രോബ് ചെയ്യുന്നത് ബൈ ദി ALE വെച്ചിട്ടാണ്. അപ്പോൾ T1 എന്താണ് ബിഗിനിങ് ഓഫ് ദി T1 സ്റ്റേറ്റ്. അപ്പോൾ T1 തുടങ്ങുമ്പോൾ തന്നെ ഈ സിഗ്നൽസ്, അതായത് അഡ്രസ് ലൈൻസ് ഉണ്ടല്ലോ, അതിനെ സ്ട്രോബ് ചെയ്യും. എങ്ങനെ സ്ട്രോബ്? ALE അഡ്രസ് ലൈൻസ് എനേബിൾ ചെയ്തിട്ടാണ് അതിനെ സ്ട്രോബ് ചെയ്യുക. പറഞ്ഞ പോലെ എന്തെങ്കിലും പൾസ് ജനറേറ്റ് ചെയ്യുക, എന്തെങ്കിലും സിഗ്നൽസ് വരുമ്പോൾ ഒരു പൾസ് ജനറേറ്റ് ചെയ്യുന്നതാണ് സ്ട്രോബ്. അപ്പോൾ അതിനെ T1 സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യുന്നത് ഈ എന്താണ് അഡ്രസ് ലൈൻസ് എനേബിളാണ്. ആൻഡ് ഈ സ്ലാഷ്ഡ് ഫോളിങ് എഡ്ജിൽ ആക്ട് ചെയ്യും. പിന്നെ T1 കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? CPU റിമൂവ് ചെയ്യും. അഡ്രസ്സ് ആദ്യം അഡ്രസ് ലൈൻസിൽ വെക്കും. CPU നമ്മൾ മെമ്മറി ഓർഗനൈസേഷനൊക്കെ T1, T2, T3 ഒക്കെ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. ആദ്യം T1 വെക്കും. അത് കഴിഞ്ഞിട്ട് T1 കഴിഞ്ഞാൽ CPU എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അഡ്രസ് ഫ്രം ദി അഡ്രസ് എവിടെ നിന്ന് റിമൂവ് ചെയ്യും? അഡ്രസ് ലൈൻസിൽ നിന്ന് റിമൂവ് ചെയ്യും. അതിനെ ആദ്യം അഡ്രസ് ലൈൻസ് വെച്ച് പിന്നെ കഴിഞ്ഞിട്ട് അഡ്രസ് ലൈൻസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ട്രൈ സ്റ്റേറ്റ് ദം ഇഫ് ദി ഇൻസ്ട്രക്ഷൻ റെഫേഴ്സ് ടു റീഡ് ഓർ ഇൻറ്ററപ്റ്റ് ടെക്നോളജി സൈക്കിൾ. എന്നിട്ട് അത് നോക്കുക. എന്നിട്ട് എൻ്റെ ട്രൈ സ്റ്റേറ്റ് അതിൻ്റെ എന്താണ് ഹൈബ്രിഡ് സ്റ്റേറ്റ് ഈ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ റീഡ് ഓർ ഇൻറ്ററപ്റ്റ് ടെക്നോളജി സൈക്കിൾസ് ആണ്. എന്താണ് അതിൽ വന്നത് വെച്ചാൽ അതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യും? അവിടെ അതിൽ വെക്കും. AD0 to AD15 ലൈൻസിൽ ആ ഡാറ്റ സിഗ്നലിന് റിസീവ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ഈ പിൻസ് പിന്നെ ഡാറ്റ ലൈൻസ് ആയിട്ട് ദീസ് പിൻസ് ആക്ട് പിന്നെ ഡാറ്റ ലൈൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. T2, T3, TW, അത് എന്താണ് T4, TW, T8 ആണ്. T4 വരെ ഏത് വരും? ഡാറ്റ ലൈൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. പിന്നെ അതിൻ്റെ എൻഡ് T4ൻ്റെ എൻഡിൽ എന്ത് ചെയ്യും? ഈ ലൈൻസ് വീണ്ടും ട്രൈ സ്റ്റേറ്റ് ആവും. ട്രൈ സ്റ്റേറ്റ് ആയിട്ട് ഈ ബസ് സൈക്കിൾ എന്ത് ചെയ്യും? റീഡ് ഓർ INTA സൈക്കിൾ ആവും. ഏതൊന്നെങ്കിൽ റീഡ് അല്ലെങ്കിൽ INTA സൈക്കിൾ ആവും. എന്നിട്ട് അഡ്രസ് ലൈൻസ് ട്രൈ സ്റ്റേറ്റ് ആവില്ല. ഇഫ് സൈക്കിൾ റൈറ്റ് സൈക്കിൾ ആയിരിക്കും.
അപ്പോൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റൈറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ റെഫർ ചെയ്ത് അങ്ങനത്തെ കേസിൽ ഒന്ന് ഡി ഇൻസ്റ്റഡ് ആയിരിക്കും ഇതിലൊന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒന്നെങ്കിൽ ഡി മാത്രമായിട്ട് UIDയിൽ ഡി മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഇനി അഡ്രസ്സാണ് ട്രാൻസ്ഫർ ചെയ്യുമെങ്കിൽ അഡ്രസ്സ് മാത്രമായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ AD 0 മുതൽ AD 15 വരെ ലൈൻസ് പറഞ്ഞാൽ അഡ്രസ് ഓർ ഡാറ്റ ബസ് ലൈൻസ് ആണ്. അത് ബൈ ഡയറക്ഷണലായിട്ടാണ് വരിക. ട്രൈ സ്റ്റേറ്റ് അഡ്രസ് ഓർ ഡാറ്റ ബസ് ലൈൻസ് ആണ്. 4 സ്റ്റേറ്റാണ് T1, T2, T3, T4. T1 കേസിൽ ആദ്യം അത് അഡ്രസ് ലൈൻസിനെ കൊടുന്ന് വെക്കും. അതിനെ എന്ത് ചെയ്യും, അഡ്രസ് ലൈൻസിൽ കൊടുന്ന് വെച്ചിട്ട് അതിനെ ഒരു സ്റ്റോപ്പ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യും. ALE വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് അഡ്രസ്സ് അവിടെ റിമൂവ് ചെയ്ത് പിന്നെ ഡാറ്റ ലൈൻസിലായിരിക്കും ബാക്കിയുള്ള വരിക. ഇതിപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ AD യൂസ് ചെയ്യും, അഡ്രസ്സ് ആണെങ്കിൽ A എന്നുള്ളത് യൂസ് ചെയ്യും. ഇനി അടുത്ത് വരുന്നതാണ് A16 or S3, A17 or S4, A18 or S5, A19 or S6 എന്ന് പറയും. ഈ 4 ഇതൊക്കെ പറഞ്ഞാൽ എന്താണ്, അഡ്രസ് ഓർ സ്റ്റാറ്റസ് ലൈൻസിനാണ്. ഇതിനൊക്കെ പറയുന്നത് അഡ്രസ് ഓർ സ്റ്റാറ്റസ് ലൈൻസ് ആണ് ഇത് പറഞ്ഞാൽ. ഇപ്പോൾ ഈ അഡ്രസ് ഓർ സ്റ്റാറ്റസ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഈ പിൻസ് മൾട്ടിപ്ലക്സ് സ്റ്റേറ്റ് അഡ്രസ് ഓർ സ്റ്റാറ്റസ് ഔട്ട്പുട്ട് ലൈൻസിന് വേണ്ടിയിട്ടാണ് ഇത് മൾട്ടിപ്ലക്സ് ചെയ്യുന്നത്. ഇതിലും T1 ഉണ്ട്. T1 പറഞ്ഞാൽ 4 എന്താണ് T1 they serve as 4 more significant address lines for memory referenced instruction. മെമ്മറി റെഫറൻസ്ഡ് ഇൻസ്ട്രക്ഷന് വേണ്ടി 4 സിഗ്നിഫിക്കൻറ്റ് അഡ്രസ്സിന് കൊടുക്കും. മെമ്മറിയിൽ റെഫറൻസ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഏതാണോ അഡ്രസ്സ് വെച്ചാൽ അതിനെ സെർവ് ചെയ്യും. എന്നിട്ട് IOT അതാണ് T1 ചെയ്യുന്നത്. IO ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചെയ്യും ഈ ലൈൻസ് 0 ലെവലിലായിരിക്കും IO ഓപ്പറേഷൻ്റെ കേസിൽ. എന്നിട്ട് T2 to T4 വരെ സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ് അവിടെ ഔട്ട്പുട്ട് ലൈൻസ് വരിക. ആദ്യം ഔട്ട്പുട്ട് ലൈൻസ് വരിക നമ്മളിപ്പോൾ ഏതാണോ മെമ്മറി റെഫറൻസ്ഡ് ആയിട്ട് വരിക ആദ്യം ഏതാണെന്ന് വെച്ചാൽ അതിനെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് T1 T2 T4 വരിക ഏതാണ് ഔട്ട്പുട്ട് ലൈൻസ് വരുന്ന സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ്. അപ്പോൾ സ്റ്റാറ്റസ് ബിറ്റ് S6 ആണെങ്കിൽ അവിടെ എപ്പോഴും അത് ലോജിക് 0 അവിടെ വേറെ ഒന്നും അറ്റാച്ച് ചെയ്ത് വരുന്നില്ല. പിന്നെ സ്റ്റാറ്റസ് ബിറ്റ് S5 ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ IF ഫ്ലാഗിനെയാണ്, ഇൻറ്ററപ്റ്റ് ഫ്ലാഗിനെയാണ് അവിടെ കാണിക്കുന്നത്. അത് ഒരേ ബസ് സൈക്കിളിലും അതെന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്ത് പോകും. സ്റ്റാറ്റസ് ബിറ്റ് S5 എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുക കണ്ടീഷൻ ഇൻറ്ററപ്റ്റ് ഫ്ലാഗിൻ്റെ കണ്ടീഷനാണ്. എന്നിട്ട് അത് അപ്ഡേറ്റ് ചെയ്യും. മറ്റേ ബെഗിന് ഒരേ സൈക്കിളിൻ്റെ ഏതാണ് ബെഗിൻ ചെയ്യുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇൻറ്ററപ്റ്റ് ഫ്ലാഗ് ആണോ ഏതാണെന്ന് നോക്കിയിട്ട് പോകും. പിന്നെ സ്റ്റാറ്റസ് ബിറ്റ് S4 and S3 ഷോ ചെയ്യുന്നത് വിച്ച് സെഗ്മെൻറ്റ്. അപ്പോൾ S4ഉം S3 കാണിക്കുന്നത് ഏത് സെഗ്മെൻറ്റാണ്. കുറേ സ്റ്റാറ്റസ് ഉണ്ട്, X6, S3, S4, S5, S6. അപ്പോൾ S6 നമ്മൾ പറഞ്ഞു ഏതാണോ എന്നുള്ളത് അത് ലോജിക് 0 വരെ വേറെ ഒന്നും അറ്റാച്ച് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് വരുന്നത് പറയുമ്പോൾ ആ ലോജിക് 0 വേറെ ഒന്നും വരുന്നില്ല. S5 ആണ് ഇൻറ്ററപ്റ്റ് ഫ്ലാഗിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ S4ഉം S3ഉം വെച്ചിട്ടാണ് നമ്മൾ ഏതാണ് ഇപ്പോൾ കറണ്ട് ബസ് സൈക്കിളിൽ ഏത് സ്റ്റാറ്റസ് ആണ് ഷോ ഏത് സെഗ്മെൻ്റ് ആണ് കാണിക്കുന്നത്, ഏത് സെഗ്മെൻ്റ് ആണ് വരേണ്ടത്, ഇതിൻ്റെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ അതിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയാണ് പറയുന്നത്. അപ്പോൾ രണ്ടും 0 ആണെങ്കിൽ എക്സ്ട്രാ സെഗ്മെൻ്റ് ആയിരിക്കും അവിടെ വരിക. S4 0 S3 1 ആണെങ്കിൽ സ്റ്റാറ്റ് സെഗ്മെൻറ്റ് ആക്സസ് ആണ്. പിന്നെ S4 1ഉം S3 0 ആണെങ്കിൽ കോഡ് സെഗ്മെൻറ്റ് ആക്സസ്. രണ്ടും 1 ആണെങ്കിൽ എന്താ വരിക, ഡാറ്റ സെഗ്മെൻറ്റ് ആക്സസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 2 ബിറ്റ്സിൻ്റെ ഇതിലാണ് നമ്മൾ ഏതാണോ നമ്മൾ അവിടെ ആക്സസ് ചെയ്യുന്നത്, ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ദീസ് 2 ബിറ്റ്സ് കുഡ് ബി യൂസ്ഡ് ടു അഡ്രസ് ഫോർ സെപ്പറേറ്റ് 1 MB മെമ്മറി ബാങ്ക്സ് ബൈ ഡീകോഡ്. അപ്പോൾ ഇത് ഏത് വരുന്നുണ്ട്, 1 MB മെമ്മറി സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നിന് യൂസ് ചെയ്യുന്നുണ്ട്. A20. അപ്പോൾ ഇത്രയാണ് ഇതിൽ എന്ത് പറയുന്നത് A16 or S3 പറയുന്നത്. A16 or S3 പറയുമ്പോൾ അഡ്രസ് ഓർ സ്റ്റാറ്റസ് ലൈൻസ് ആണ്. ഇനി അടുത്തത് വരുന്നതാണ് BHE or S7. BHE ബാർ ഓർ S7 എന്നുണ്ടായിരുന്നു. നമ്മൾ S6 വരെ പഠിച്ചിട്ടുള്ളൂ. ഇത് S7 ഉണ്ട്. അത് ബസ് ഹൈ എനാബിൾ ഓർ സ്റ്റാറ്റസ് എന്നാണ്. അത് ട്രൈ സ്റ്റേറ്റ് ഔട്ട്പുട്ട് ലൈനാണ്. ദ ബസ് ഹൈ എനാബിൾ പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുക, ടു എനാബിൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡാറ്റാ ബസ് ബിറ്റ്. നമ്മൾ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ നടക്കുമ്പോൾ അവിടുത്തെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡാറ്റാ ബസ് ബിറ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BHE യൂസ് ചെയ്യുന്നത്. അപ്പോൾ D50 മുതൽ D8 വരെ ഉള്ളതിൽ അതാണ് ഡാറ്റാ ബസ് വരുന്നത്. അപ്പോൾ 8086 ഔട്ട്പുട്ട്സ് ഇത് ലോ ആകുമ്പോഴാണ് റീഡ് ചെയ്യുക. റൈറ്റ് റീഡ് റൈറ്റ് വരുമ്പോൾ ലോ ആകുമ്പോഴാണ് ഇത് റീഡ് റൈറ്റ് വരുന്നത്. പിന്നെ INTA സൈക്കിൾസ് ആ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും. ഓർഡർ ബൈറ്റ് വെച്ചിട്ടാണ് അത്. INTA പറയുമ്പോൾ ഇൻ്ററപ്റ്റ് ടെക്നോളജി, അത് ലോ ആക്റ്റീവ് ആവുക ലോയിലായിരിക്കും.
അപ്പോൾ INTA cycles in which data are to be transferred in a high order byte of the database. ആ ഡാറ്റാബേസിൽ ഹൈ ഓർഡർ ബൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ BHP ക്യാൻ ബി യൂസ്ഡ് ആസ് ചിപ്പ് സെലക്ട് സിഗ്നൽ എന്താണ് A0യുടെ കൂടെ ഇതായിട്ട് A0യും BHയും കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിപ്പിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ അതിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്താണ് നമ്മളിത് ചിപ്പ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ടേബിൾ കാണിക്കുന്നത്. രണ്ടും 0 ആണെങ്കിൽ വേർഡ് ട്രാൻസ്ഫർ ആണ് വരുന്നത്. BHE 0 A0 1 ആണെങ്കിൽ അപ്പർ ബൈറ്റ് ട്രാൻസ്ഫർ ഫ്രം ഓർ ടു ഓഡ് അഡ്രസ്സ്. ഓഡ് അഡ്രസ്സിലേക്ക് ഈവൻ അഡ്രസ്സും ഓഡ് അഡ്രസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഓഡ് അഡ്രസ്സിലേക്ക് അപ്പർ ബൈറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് BHE 0 ആകുമ്പോൾ A0 1 ആകുമ്പോൾ. പിന്നെ BHE 1ഉം A0 0. അപ്പോൾ ലോവർ ബൈറ്റ് ട്രാൻസ്ഫർ ഈവൻ അഡ്രസ്സിലേക്ക് ലോവർ ബൈറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുക. പിന്നെ രണ്ടും 1 ആണെങ്കിലാണ് അവിടെ ഒന്നും നടക്കില്ല. അപ്പോൾ ഇതാണ് BHE ഓർ S7 എന്ന് പറഞ്ഞാൽ. പിന്നെ വരുന്നത് CLK ക്ലോക്ക് പിന്നെ എന്താ പ്രൊവൈഡ് ചെയ്യുക വെച്ചാൽ ബേസിക് ടൈമിംഗ് സിഗ്നൽ ടു ദി മൈക്രോപ്രൊസറിൻ്റെ ബേസിക് ടൈമിംഗ് സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി റേഞ്ച് ചെയ്യുക 5 മുതൽ 10 MHz വരെയാണ്. അപ്പോൾ 8086 എന്ന് പറഞ്ഞാൽ അതിനൊരു അതിലൊരു ഓൺ ചിപ്പ് ക്ലോക്ക് ജനറേഷൻ സർക്യൂട്ടറി ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അതിന് ഡയറക്റ്റായിട്ട് അതിന് സിൻസ് 8086 ഡസ് നോട്ട് ഹാവ് ഓൺ ചിപ്പ് ക്ലോക്ക് ജനറേഷൻ സർക്യൂട്ടറി. അപ്പോൾ എന്ത് വേണം, അങ്ങനെ ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ചിലതിലുണ്ടാവും ചിലതിലുണ്ടാവില്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ 8284 ക്ലോക്ക് ജനറേറ്റർ ചിപ്പ് ഉണ്ട്. അത് നമ്മൾ ഈ 8086 ക്ലോക്ക് പിന്നിൻ്റെ കൂടെ കണക്ട് ചെയ്യാം, എന്നിട്ടാണ് അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ക്രിസ്റ്റലിന് ഒരു ഫ്രീക്വൻസി 3 ടൈംസാണ് എന്ത് ചെയ്യുക ഇന്ത്യയിലെ ഫ്രീക്വൻസി നോക്കുന്നത്. അപ്പോൾ 8284 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യും. ക്രിസ്റ്റൽ ക്ലോക്ക് ഫ്രീക്വൻസി 3 ആയിട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് പറയാനില്ല, അതർ വേർഡ്സ് പറയുകയാണെങ്കിൽ 5 MHz 8086 ഇന്ത്യയുടെ ക്ലോക്ക് ആണെങ്കിൽ ക്രിസ്റ്റൽ ക്ലോക്ക് എന്തായിരിക്കും 15 ആയിരിക്കും. അപ്പോൾ ക്രിസ്റ്റൽ ക്ലോക്ക് 15 ആയതുകൊണ്ടാണ് എന്താ വെച്ചാൽ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 15/3 5 ആയിരിക്കും പിന്നെ ഓരോന്നിന് കിട്ടുക. പിന്നെ അത് കഴിഞ്ഞ് അടുത്തതാണ് റീസെറ്റ് എന്ന് പറഞ്ഞാൽ റീസെറ്റ് ഇൻപുട്ട് കോസ് ചെയ്യുക, മൈക്രോപ്രോസസർ റീസെറ്റ് ചെയ്യുക. നമ്മൾ മൈക്രോപ്രോസസറിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഇഫ് ദി സ്പിൻ ഈസ് ഹെൽഡ് ഹൈ ഫോർ മിനിമം ഓഫ് ക്ലോക്ക് ഫോർ ക്ലോക്ക് പീപ്പ് ക്ലോക്കും പീരീഡ്. അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടി മൈക്രോപ്രോസസറിൻ്റെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും പിന്നെ ഹെൽഡ് ഹൈ ആണ്, ഇപ്പോൾ മിനിമം 4 ക്ലോക്ക് പീരീഡിൻ്റെ മിനിമം ഹൈ ആയിട്ടാണെങ്കിൽ അതിനെന്താ ചെയ്യുക, നമ്മൾ റീസെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കോസ് ചെയ്യുന്നത് 8086 ടു ഇനീഷ്യലൈസ് രജിസ്റ്റേഴ്സ് DS, SS, ES, IP ആൻഡ് ഫ്ലാഗ്സ് ടു ആൾ സീറോസ്. അല്ലാതെ 0 ആക്കി റീസെറ്റ് ചെയ്യുക പറയുമ്പോൾ അല്ലാതെ 0 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ എന്തും കൂടി ഇനീഷ്യലൈസ് ചെയ്യേണ്ടത് CS-നെ ഇപ്പോൾ കോഡ് സെഗ്മെൻറ്റ് FFH ആയിട്ടും അതേപോലെ റീസെറ്റ് സിഗ്നൽ റിമൂവ് ചെയ്താൽ എന്ത് ചെയ്യും 8086 ബിഗിൻ എക്സിക്യൂട്ടീവ് ഇൻസ്ട്രക്ഷൻ അറ്റ് മെമ്മറി ലൊക്കേഷൻ. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെമ്മറി ലൊക്കേഷന് പിന്നെ അവിടെ എന്ത് ചെയ്യും എക്സിക്യൂട്ട് ചെയ്യും.